ഹായ് ഗൈസ്, വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വേറൊന്നല്ല, i20 Elite എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് Elite അല്ല, ആക്റ്റീവ് ആയിരുന്നു കേട്ടോ, സോറി, അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇന്നോവ നമ്മൾക്ക് ഫ്ലഡ് വണ്ടി ഉണ്ട്. അതൊരു വേറൊരു ഗ്യാരേജിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫൈനൽ ടച്ച്, അതായത് വേറെ ഗ്യാരേജിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ക്ലീനിങ്ങും പിന്നെ കുറച്ച് ഡാഷ്ബോർഡ് ഫിറ്റിങ്സും പിന്നെ എൻജിൻ ഡീസലിലേക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എലൈറ്റിൻ്റെ ഇന്നർ സൈഡ് വീണ്ടും i20 ആക്റ്റീവിൻ്റെ ഇന്നർ സൈഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഇന്നോവയുടെ ഇന്നർ സൈഡ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നോവയുടെ ഇന്നർ സൈഡ് നമ്മൾക്കൊന്ന് കാണാം. ഓക്കെ, പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളുടെ വീഡിയോ രണ്ടാമതാണ് വരാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വാഷിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടുതരാം. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഫിറ്റിങ്ങും പിന്നെ സ്റ്റാർട്ടിങ്ങും ഫൈനലായിട്ടുള്ള ഒരു ഡെലിവറിയുടെ വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, എല്ലാവർക്കും നന്ദി. അപ്പോൾ അതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതിന് ഇന്നോവയുടെ ഡാഷ്ബോർഡ് ഇരിക്കണ ഒരു ഭാഗം എ സിയുടെ വിൻഡോയിലേക്ക് ഫ്ലോ എത്തിക്കുന്നു. കണ്ടില്ലേ, ഈ വിൻഡോയിലേക്കൊക്കെ ഫ്ലോ എത്തിക്കണത് വേണ്ട, ഇതേപോലെ ഇങ്ങനെ വരും. ഓക്കെ, എങ്ങനെയാണ് ഫ്ലോ എത്തിക്കുന്നത് ഓരോ വിൻഡോയിലേക്കും, അത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ECM യൂണിറ്റ്, ഇലക്ട്രോ കൺട്രോൾ യൂണിറ്റാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ റിലേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മറ്റേ i20 ആക്റ്റീവിൻ്റെ മാതിരിയല്ല ഇതിൻ്റെ വയറിംഗ് കിറ്റ് ജസ്റ്റ് ഉള്ള വയറിംഗ് കിറ്റാണ്. നമ്മളെ ക്ലോത്ത് കവറിങ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ ഇതാണ് അതിൻ്റെ ഫീറ്റ്സ് ബോക്സ്. ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അയച്ചു വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഫീറ്റ്സ് ബോക്സ്, ഇതതിൻ്റെ മീറ്ററിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഒറ്റ കപ്ലർ തന്നെ ഇതിനും വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇതിൻ്റെ കപ്ലേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇന്നർ സൈഡിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല എന്നെ അവിടെ കണ്ടോ, എല്ലാം ബ്ലാങ്കായിട്ട് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ എയർ ബാഗ് കാണിച്ചു തരാം. ഇതാണ് ഡ്രൈവർ സൈഡിൽ മാത്രമേ എയർ ബാഗ് ഉള്ളത്. പിന്നെ എയർ ബാഗിൻ്റെ യൂണിറ്റാണ് കാണുന്നത്. സെൻട്രൽ പോർഷനിലൊക്കെ ബോക്സ് വരുന്ന ഒരു ഭാഗമാണിത്. ഈ ഭാഗത്താണ് കൺസോൾ ബോക്സ് വരുന്നത്. അപ്പോൾ അത് അഴിച്ചു വെച്ചിട്ടുള്ളൊരു പോർഷനാണിത്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഞാനൊരു വീഡിയോ കൂടി എടുക്കാം. ഓക്കെ, ഇപ്പോൾ അഴിച്ചിട്ടില്ല, അഴിക്കാൻ പോവാണ്. ഡാഷ്ബോർഡ് റൂഫ് കാര്യങ്ങളൊന്നും മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഷ്ബോർഡ് ഇരിക്കുന്ന ആ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് AC ഫിൽറ്റർ. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു AC ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇതിലാണ് AC ഫിൽറ്റർ ഇരിക്കുന്നത്. കണ്ടോ, ഇന്ന സൈഡിൽ കണ്ടോ AC ഫിൽറ്റർ. അത് ആ ഗ്ലോ ബോക്സ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ആ ബോക്സ് ഉണ്ടല്ലോ നമ്മളുടെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ സാധനം അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നർ ഡാഷ്ബോർഡിൻ്റെ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അയച്ചിട്ടുള്ളൊരു വീഡിയോ കൂടി ഇടാം. ഓക്കെ, അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അയച്ചു. ഇനി ബാക്കി അയക്കേണ്ടത് ഫ്ലോറിംഗ് ആണ്. അപ്പോൾ അത് അയക്കാം നമുക്ക്.
ഫുള്ളായിട്ട് ഇന്നോവ പൊളിച്ചിരിക്കുകയാണ്. ഇന്നർ സൈഡ് ഫുള്ളായിട്ട് അഴിച്ചു. ഓരോന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സീറ്റ് കവർ ഇരിക്കുന്ന, സീറ്റിൻ്റെ ബെൽറ്റ് ഇരിക്കുന്ന ഒരു പോർഷൻ ആണ് സീറ്റ് കവറിൻ്റെ ആ പോർഷൻ. ഫില്ലറാണത്. ഇത് ടൂൾസൊക്കെ ഇരിക്കുന്ന ഇന്നർ സൈഡിലുള്ള പോർഷനാണ്. ആ ടൂൾസ് ജാക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതിൻ്റെ പുറത്ത് ഫൈബറിൻ്റെ ഫ്രെയിം വരുന്നത്. ഇന്നർ സൈഡ് ഭാഗത്ത് കണ്ടോ, ഇത്ര ഭാഗം നമ്മുടെ ഒന്നുമില്ല, ഇൻസൈഡിലൊന്നുമില്ല, പൊള്ളയാണ്. അത് ഷീറ്റാണ് വരുന്നത്. സെൻട്രൽ ഈ പോർഷൻ ഇതൊക്കെ ഫ്രെയിമാണ്. ഇത് മറ്റേ നമ്മളുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ പോണ ഹോസിൻ്റെ ഔട്ടർ കവറാണിത്. ഇതാണ് ബാക്ക് സൈഡിലേക്ക് നമ്മളുടെ AC ഫ്ലോ കൊടുക്കാനുള്ള ബ്ലോവറും പിന്നെ അതിൻ്റെ കണ്ടൻസറൊക്കെ ഇരിക്കുന്ന യൂണിറ്റാണ് ഇത്. ഇതിൽ നിന്ന് ബ്ലോവർ വർക്ക് ചെയ്ത് AC ഫ്ലോ ടോപ്പ് വഴി നമ്മുടെ വെൻറ്റിലേക്ക് എത്തും. ഈ ടോപ്പിലുള്ള വെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന യൂണിറ്റാണിത്. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡോറിൻ്റെ ഓരോ സ്വിച്ചുകളാണിത്. യൂണിറ്റ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ ഡോറിൻ്റെ എല്ലാ ഔട്ടർ ഭാഗത്തും കവറിങ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ കപ്പ്ളേഴ്സാണിത്. സീറ്റ് കവർ ഇട്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് സീറ്റ് മേക്ക് കൊടുക്കുന്ന കപ്പ്ളേഴ്സ്. ഹാൻഡ് ബ്രേക്ക്, ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നോവ. വേണ്ട സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഉള്ളൂ നമ്മളുടെ ഇന്നോവ. അപ്പോൾ ഇനി കാണിച്ചു തരാമെന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇന്നർ സൈഡിൽ അഴിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് റൗണ്ടിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മളുടെ സീറ്റ് താഴേക്ക് മേലേക്ക് ആക്കുമ്പോൾ ഇവിടെ ബാക്കിലെ സീറ്റ് മേലേക്ക് പൊക്കിയിട്ട് കുളത്തിടാമല്ലോ. അപ്പോൾ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോക്കാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടമാവാണ്ടിരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ജിപ്സം വീണ്ടും വരുന്നതാണ്. എൻ്റെ പേര് ജിപ്സൺ തോമസ്. ഇത് കാർ ഗാരേജ്. ബൈ.